യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. വചനത്തിലൂടെ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് സ്വർഗത്തിലെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്ന് വചനം കേൾക്കാൻ നമുക്ക് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ഒരുക്കാം. നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവികമായൊരു ചൈതന്യം വന്നു നിറയാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല ഭാവി ഉണ്ടാകുവാൻ, അവരുടെ ജീവിതം മനോഹരമാകുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന, അത് അയച്ചു കൊടുക്കുന്ന, അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന സകലർക്കും വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കരമായും ദൈവത്തിൻ്റെ ശബ്ദമായും ദൈവം പ്രയോജനപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷകനായും മാറിക്കഴിഞ്ഞു. നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ. ഇന്ന് കേൾക്കുന്ന വചനത്തിനായി ഒരുങ്ങാം. ഇന്നത്തെ വചനത്തിലൂടെ ദൈവം എനിക്ക് തരാനുള്ള അനുഗ്രഹത്തിനായി ഞാൻ എൻ്റെ ജീവിതത്തെ ഒരുക്കുന്നു എന്ന് പറ. ഇന്നെനിക്കൊരു അനുഗ്രഹം വേണമെന്ന് പറ. ഇന്നെനിക്കൊരു അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ ഇടവരണമെന്ന് പറ. ആമേൻ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കേൾക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 26 മുതലുള്ള വാക്യമാണ് ഒന്ന് വായിക്കുന്നത്. സാവൂൾ അഭിഷിക്തനാകുന്നു എന്നാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. വചനത്തിലൂടെ കൈവരുന്ന നന്മയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. വചനം സ്വീകരിച്ചവന് വന്ന അഭിഷേകം എന്ത്, വന്ന ഉയർച്ച മനസ്സിലാകാതെ പോകല്ലേ. ഒന്ന് വായിക്കുകയാണ്. 26-ാമത്തെ വാക്യം. പ്രഭാതമായപ്പോൾ സാമുവേൽ വീടിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു. എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. ദൈവവചനം പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ്. നീ പോകേണ്ട വഴി, നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. സാവൂൾ എഴുന്നേറ്റ് അവൻ്റെ കൂടെ വഴിയിലേക്കിറങ്ങി നഗരഭ്രാന്തലെത്തിയപ്പോൾ സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ഭൃത്യനോട് പോകാൻ പറ, മുമ്പേ പോയിക്കൊള്ളാൻ പറയുക. അവൻ പോയി കഴിഞ്ഞപ്പോൾ, ഒരു നിമിഷം ഇവിടെ നിൽക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നോട് പറയാം. ആരോട് പറഞ്ഞു? സാമുവേൽ സാവൂളിനോട് പറയുക, ദൈവത്തിൻ്റെ വചനം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ദൈവത്തിൻ്റെ വചനം എനിക്ക് നിനക്ക് തരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പലരും ചോദിക്കുന്നുണ്ട്, പലരും കളിയാക്കുന്നുണ്ട്, പലരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയി. എന്തിനാ ഞാനിങ്ങനെ വചനം കേൾക്കുന്നതെന്നാ? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നാളുകളിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് എന്ന സത്യം മറക്കല്ല്. സാമുവേൽ സാവൂളിനോട് പറയുക, നീ ഇവിടെ നിൽക്ക്, എനിക്ക് ദൈവത്തിൻ്റെ ഒരു വചനം നിനക്ക് തരാനുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ വചനത്തെ സ്വീകരിക്കുവാണ്. അല്ല, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്നും പറഞ്ഞ് പോവുമല്ല. എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, അവിടെ ചെന്നിട്ട് വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഇന്നയാളെ കാണാനുണ്ട്, ഇന്ന പൈസ കൊടുക്കാനുണ്ട്. അല്ല, ആ വചനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു. ആ വചനത്തിന് വേണ്ടി അവിടെ നിന്നു. അങ്ങനെ വചനം സ്വീകരിച്ചപ്പോൾ കൈവന്ന അനുഗ്രഹമാണ് 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. വചനം സ്വീകരിച്ചവന്, വചനത്തെ വിശ്വസിച്ചവന് കിട്ടിയ അനുഗ്രഹത്തെ കാണാതെ പോവല്ല്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. സാമുവേൽ വചനം സ്വീകരിച്ച സാവൂളിനെ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു. ഒരു പാത്രം ഒലിവെണ്ണ ഒഴിച്ചു. എന്തിനാണെന്നറിയാമോ? ആ വചനം സ്വീകരിച്ചവൻ്റെ തലയിൽ വീണത് ഒലിവെണ്ണയാണെങ്കിൽ അതിന്ന് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവം പകരുന്നത് ഒരു അനുഗ്രഹമായിട്ടും സൗഖ്യമായും വിടുതലായും ഒക്കെയും ദൈവം അതിന്നും പകർന്നുകൊണ്ടായിരിക്കുന്നത്. ഒഴിച്ചു. എന്നിട്ടോ അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. ദൈവവചനം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പോകാൻ വരട്ടെ, നിൻ്റെ സുഹൃത്തിനോട് ഭൃത്തിനോട് പോകാൻ പറ, എനിക്കൊരു വചനം പറയാനുണ്ട്. എന്തു വചനം? പിന്നെ ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ.
എന്നും പറഞ്ഞൊരാളെ അല്ല അനുഗ്രഹത്തിൽ ഉയർത്തിയത്. വചനത്തെ സ്വീകരിച്ച സാവൂളിൻ്റെ മേൽ കൈവന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പവും മഹത്വവും കണ്ടോ? ഒലിവെണ്ണ എടുത്തൊഴിച്ചിട്ട് പറയുക, ഇന്ന സ്ഥലത്ത് ജനത്തിൻ്റെ ഭരണാധികാരിയായി, ഒരു അധികാരിയായി ദൈവം നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു എന്ന്. വചനം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഭൗതിക മണ്ഡലത്തിൽ പോലും അനുഗ്രഹമാവുന്നേ. വചനം സ്വീകരിച്ച് ഇത് എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹം ഭൗതിക മണ്ഡലമോ ആ സാമ്പത്തികത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അല്ല, ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ഉള്ളതെല്ലാം പറയണ്ടേ? ഇത് സ്വീകരിച്ച, വചനം സ്വീകരിച്ച ആ വ്യക്തിയുടെ മേൽ ഭൗതികമായൊരു നേട്ടമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ പോലും അദ്ദേഹം വലിയ ആളായി, ഭരണാധികാരിയായി മാറി. വചനം സ്വീകരിച്ചവനെയാ ഉയർന്ന കസേരയിൽ ഇരുത്തിയത്. വചനം സ്വീകരിക്കുന്ന കുടുംബമേ, ഇന്നല്ലെങ്കിൽ നാളെ ഉയർന്നൊരു പദവിയിൽ നിങ്ങളുടെ കുടുംബത്തെ എത്തിച്ചിരിക്കും. നല്ലൊരു പദവിയിൽ ഇരുത്തിയിരിക്കും, നല്ലൊരു സ്ഥാനത്ത് എത്തിച്ചിരിക്കും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ ഇന്നും വചനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവം ഇത് കരുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ അതുപോലൊരു ഉയർച്ചയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിയായിരിക്കാം, ജീവിതമായിരിക്കാം, വീടായിരിക്കാം. എന്തു കാര്യമാകട്ടെ, നിന്നെ ഒരു പടി താഴ്ത്തുന്ന കുഴിയിലേക്ക് കൊണ്ടു ചെല്ലുന്ന ഒന്നല്ല, ഒരു പടി നിന്നെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, 10 പ്രാവശ്യം കേട്ടാൽ പോരാ, ഇത് 100 പ്രാവശ്യം ധ്യാനിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വചനം സ്വീകരിച്ച ആ വ്യക്തിയെ ദൈവം ഭരണാധികാരിയായി. എന്നിട്ട് ദൈവം പറയുവാണ്, സാമുവേലിനോട് പറഞ്ഞു, നീ അവനെ അഭിഷേകം ചെയ്ത് ഭരണാധികാരിയായി മാറ്റാൻ. വചനം സ്വീകരിച്ചവനെ ദൈവം അധികമായി ഉയർത്തി. വചനം സ്വീകരിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം അധികമായി ഉയർത്തും, അധികമായി വളർത്തും, അത്ഭുതകരമായി അനുഗ്രഹിക്കും, അത്ഭുതകരമായി സഹായിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഇന്ന് കേട്ട ഈ വചനം ശരിക്കും ശ്രദ്ധിക്കണം, എഴുതി വയ്ക്കണം. കാരണം വചനം സ്വീകരിച്ചതിന് ശേഷമാണ് ഒരനുഗ്രഹം അവിടെ വെളിപ്പെട്ടെ. അതുകൊണ്ടാണ് ശുശ്രൂഷകളിലൊക്കെ വചനപ്രഘോഷണം കഴിഞ്ഞ് ശേഷം പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന ആ പ്രാർത്ഥന ആരാധനയൊക്കെ അനുഗ്രഹമായി വെളിപ്പെടുന്നത്. രോഗശാന്തി ശുശ്രൂഷ എപ്പോഴാണ്? തുടക്കം തൊട്ടാണോ ചെയ്യണത്? അല്ല, അത് വചന ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥിച്ചൊരുങ്ങി ആ വചനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അന്തരീക്ഷം മാറും. അവിടെ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ പെയ്യുന്നത് ആത്മാവിൽ അറിയാൻ പറ്റും. ആ മഴയുടെ ആ ഒരു മഴയുടെ പെയ്ത്ത് കാണാൻ പറ്റും. ഒരു ഭക്തൻ്റെ ആത്മക്കണ്ണുകളിൽ ആ മഴ തെളിഞ്ഞു വരും. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ അറിയാൻ പറ്റും, ആ മഴ ചാറ്റൽ മഴയാണോ, വലിയ മഴയാണോ, 5 മിനിറ്റ് ആണോ പെയ്തത്, 1 മിനിറ്റ് ചാറിപ്പോയതേ ഉള്ളോ. ആത്മാവിൽ വചനത്തിൽ നിൽക്കുന്നവൻ അറിയാൻ പറ്റും, ഇത് ചുമ്മാ ചാറ്റൽ മഴയല്ല, ഇത് നല്ലൊരു മഴ തന്നെയാണ്. ഇത് ഇവൻ്റെ മേൽ ദൈവം, സ്വർഗത്തിലെ ദൈവം അയക്കുന്നൊരു മഴ തന്നെയാണ്. ഹല്ലേലൂയ. മഴ പെയ്യുമ്പോൾ വെള്ളം ഉയർന്നു വരുന്നത് പോലെ ദൈവാനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുമ്പോൾ നിന്നിലും ആ ഗ്രാഫ് ഉയർന്നു വരും. ആ അനുഗ്രഹത്തിൻ്റെ, ആ ഉയർച്ചയുടെ ഗ്രാഫ് ഉണ്ടല്ലോ, ഉയർന്നു വരും. ചില കാര്യങ്ങൾ മുളച്ചു വരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. മന്നാനം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദേശത്തുള്ളവർക്കൊക്കെ സാധ്യമെങ്കിൽ വരാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. വചനം സ്വീകരിക്കുന്ന സ്ഥലത്ത് ഒരനുഗ്രഹം ദൈവം കൈമാറും. ഒരനുഗ്രഹം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലോട്ട് വരും. അതിനുള്ള സമയമാണ് ഒരുമിച്ച് കൂടുന്ന സമയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 7:15 വരെ അനുഗ്രഹ റിട്രീറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ട്. 15 മിനിറ്റാണ്. അത് അനുഗ്രഹമാണ്. ഒത്തിരി പേർക്ക് അത് നന്മയാണ്. ദൈവം ഇടപെടും. ഹല്ലേലൂയ. മറക്കാതെ സാധ്യമായവർ കാണുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം
ഇന്ന് വൈകുന്നേരം, ഇന്ന് രാവിലെ 9:30 മണി മുതൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിംഗ് ആരംഭിക്കും. വൈകുന്നേരം 4:15 ജപമാല, 5 മണിക്ക് വിശുദ്ധ കുർബാന, ശേഷം വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥ്യം നൊവേന ചൊല്ലി വചനപ്രഘോഷണം, ആരാധന എന്നിവയെല്ലാമുണ്ട്. ദേശത്തുള്ളവർ, പ്രിയപ്പെട്ടവരൊക്കെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം. വെള്ളിയാഴ്ച ഏകദിന കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം മറക്കരുത്. അഭിഷേകം ചെയ്യാൻ പറഞ്ഞ ഒരു വചനം കൊടുത്തു, അഭിഷേകം ചെയ്തു, ഒരു ഉയർന്ന കസേരയിൽ എത്തിപ്പെട്ടു. ദൈവവചനം സ്വീകരിക്കുന്നവരെ ദൈവം ഒരു പടി കൂടെ വളർത്താതിരിക്കില്ല, ഒരു പടി കൂടി ഉയർത്താതിരിക്കില്ല, ഒരനുഗ്രഹം നിനക്ക് തരാതിരിക്കത്തില്ല. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മാരകമായ രോഗപീഠകളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും ഒക്കെയും ദീർഘത്തിലെ ദൈവം എന്നെയും നിങ്ങളെ പരിപാലിക്കട്ടെ. ഒരു തിന്മയും നിനക്ക് വരില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ വിശ്വസിക്കുന്നു. ഒരു ദോഷവും നിനക്ക് വരില്ല. നിനക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നിനക്ക് തരും. ഒരാളുടെ മുമ്പിൽ പോലും 10 രൂപയ്ക്ക് കൈ നീട്ടേണ്ട ഒരു സാഹചര്യം നിനക്ക് വരത്തില്ല. ആരുടെ മുമ്പിലും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന നിനക്ക് തല കുനിയേണ്ടി വരില്ല, ലജ്ജിക്കേണ്ടി വരില്ല, നാണം കെടേണ്ടി വരത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാളെയും 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധ്യമായൊക്കെ എല്ലാം അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ, കേൾക്കുന്നവർ, വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്ന പോലെ എന്നെ നിങ്ങളെ പരിപാലിക്കും. വിശ്വസിക്കുന്നു. ആമേൻ.